ഹലോ മക്കളെ, പ്രൊജക്ടൈൽ മോഷൻ എന്നുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഹൈറ്റും ഡിസ്റ്റൻസും തന്നിരിക്കുന്നു. പ്രൊജക്ടൈൽ മോഷനിലെ ഹൈറ്റ് വൈയും ഡിസ്റ്റൻസ് എക്സും തന്നിരിക്കുന്നു. ക്വസ്റ്റ്യൻ പറയുന്നത് വെലോസിറ്റി വിത്ത് വിച്ച് പ്രൊജക്ടൈൽ ഈസ് പ്രൊജക്റ്റഡ്, അതായത് പ്രൊജക്ടൈലിന്റെ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രൊജക്ടൈൽ മോഷനിൽ രണ്ട് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഈ കാണുന്നതാണ് വൈ കോർഡിനേറ്റ്, ഈ കാണുന്ന എക്സ് കോർഡിനേറ്റ്. രണ്ടുപേരുടെ ഇക്വേഷൻസ് തന്നിരിക്കുന്നു. ഇവിടെ വൈ ഇവിടെ തന്നിട്ടുണ്ട്, എക്സ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഞാൻ രണ്ടുമൊന്ന് എഴുതാം കേട്ടോ. വൈയുടെ വാല്യൂ എന്താ പറഞ്ഞിരിക്കുന്നത്? 8t മൈനസ് 5t സ്ക്വയർ, 8t മൈനസ് 5t സ്ക്വയർ എന്നും എക്സിന്റെ വാല്യൂ 6t എന്നും പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇവരുടെ ജനറൽ ഇക്വേഷൻസ് എഴുതാം. വൈയുടെ ജനറൽ ഇക്വേഷൻ എന്താ? യു സൈൻ തീറ്റ ഇൻറ്റു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. തിയറിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ. എക്സിന്റെ ഇക്വേഷൻ എന്താ? യു കോസ് തീറ്റ ഇൻറ്റു ടി. എക്സിൽ അതിന് ആക്സലറേഷൻസ് ഒന്നും ഇല്ല കേട്ടോ, യൂണിഫോം മോഷൻ ആണ്. ഇനി നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇവിടെ 8ന്റെ പ്ലേസിലുള്ളത് യു സൈൻ തീറ്റ അല്ലേ. യു സൈൻ തീറ്റ ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുമ്പോൾ യു സൈൻ തീറ്റയുടെ പ്ലേസിലുള്ളത് 8 ആണ്. നമുക്ക് നേരിട്ട് എഴുതാം കേട്ടോ. യു സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 8. അതുപോലെ ഇവിടെ കമ്പയർ ചെയ്താലോ, ഇത് യു കോസ് തീറ്റ ഇൻറ്റു ടി ആണ്, 6t കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ യു കോസ് തീറ്റയുടെ പ്ലേസിൽ 6 എന്നും വരും. ഓക്കെ, യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 6 അല്ലേ. ഒരു സൈൻ ഫംഗ്ഷൻ കോസ് ഫംഗ്ഷൻ വന്നാൽ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇവർ രണ്ടുപേരെയും സ്ക്വയർ ചെയ്യാം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 8 സ്ക്വയർ, യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ കേട്ടോ. ഇവിടെ യു സ്ക്വയർ കോമൺ എടുത്താൽ ഇൻറ്റു യു സ്ക്വയർ കോമൺ എടുത്താൽ ബാക്കി ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ വരും, ഇവിടെ കോസ് സ്ക്വയർ തീറ്റ വരും അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് 10ാം ക്ലാസ് പഠിക്കുന്നുണ്ട് അല്ലേ. റൈറ്റ് സൈഡിൽ 8 സ്ക്വയറും 6 സ്ക്വയർ ആഡ് ചെയ്ത് എത്ര വരും? 100 വരും. 64 പ്ലസ് 36. അപ്പോൾ യു ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കാം, 10 മീറ്റർ പെർ സെക്കൻഡ് ആൻസർ വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇനിഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഇനിഷ്യൽ വെലോസിറ്റി ഇപ്പോൾ നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി.